യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. തറവാട്ടിലെ കാര്യങ്ങളൊക്കെ ഗീതമ്മയെ പറഞ്ഞ് പഠിപ്പിച്ചു വരിക ഞാൻ. അല്ല, എന്റെ കാലം കഴിഞ്ഞാലേ കുടുംബക്ഷേത്രത്തിലെ നാട്ടിലെയും കാര്യങ്ങളൊക്കെ അവളെ ഏൽപ്പിക്കാനാ എന്റെ തീരുമാനം. മാഡം കഴിഞ്ഞ ഈ വീട്ടില് എനിക്ക് സ്നേഹവും അല്പം സ്വാതന്ത്ര്യവും ഒക്കെ തന്നിരുന്നത് ഗീതമ്മ മാഡമാ. അതും കൂടി ഇല്ലെങ്കിൽ ഈ വീട്ടിലെ മറ്റുള്ളവരുടെ കാര്യങ്ങള് മുത്തശ്ശിക്ക് അറിയാലോ. ഒക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇന്നലത്തെ കാര്യങ്ങൾ വരെ എന്നെ കൃത്യമായി വിളിച്ചറിയിക്കുന്നുണ്ട് സുമംഗല. നിന്റെ അച്ഛൻ മരിക്കുമ്പോ, അല്ല അപകടത്തിൽപ്പെട്ടപ്പോ അവരെ ആശുപത്രിയിൽ എത്തിച്ചതും അവസാനം ഇത്തിരി വെള്ളം നാക്കിലെത്തിച്ചതും എന്റെ രൂപേഷ് മോനാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. എപ്പോഴും ഞാൻ പറയാറില്ലേ, ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാ. ഞാൻ സുമംഗലയോട് എപ്പോഴും പറയാറുള്ളതാ, ഭഗവതി നിന്റെ മരുമോളെ അടയാളമിട്ട് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്തരുമെന്ന്. കാണിച്ചു കൊടുത്തില്ലേ? ഞാൻ പറയുന്നത് കേട്ടിട്ടാ പവിത്രൻ ഒരു മൂശേട്ട പെണ്ണിനെ ഭഗവതിയുടെ മുന്നില് മനഃപൂർവ്വം എഴുന്നള്ളിച്ച് നിർത്തിയത്. നിങ്ങൾ ആദ്യം തറവാട്ടിൽ കാവിലെ വിളക്കിന് വന്നപ്പോ തന്നെ നിന്നെ കണ്ടപ്പോ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ, നീ തന്നെയാ എന്റെ രൂപേഷ് മോന്റെ പെണ്ണെന്ന്. ഈ മരുവത്തൂരിലേക്ക് വന്നു കയറേണ്ടവൾ നീയാണെന്ന് അന്നേ ഞാൻ തിരിച്ചറിഞ്ഞു. അന്ന് എല്ലാവരും ഞാൻ തെറ്റിദ്ധരിച്ചാ പെരുമാറിയെന്ന് പറഞ്ഞില്ലേ? ശരിയായ ധാരണയോട് തന്നെയാണ് നിനക്കന്ന് ഞാൻ പുടവയും ചേലയും ഒക്കെ തന്നത്. അവൾക്ക് കൊടുക്കാതിരുന്നതും കരുതിക്കൂട്ടി തന്നെയാ. അന്നല്ല മുത്തശ്ശി, എന്റെ അച്ഛന്റെ ഫോൺ കൊച്ചുമുതലാളിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നിമിഷം വരെ ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. എന്റെ മുന്നില് ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുത്തശ്ശിക്കറിയോ, ഇവളെ കരുതിയ ഞാൻ കൊച്ചുമുതലാളിയായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കാത്തതെന്ന് കരുതി ചേച്ചിയുടെ നല്ല ജീവിതത്തിന് തടസ്സം ഞാനാണെങ്കി എങ്ങോട്ടെങ്കിലും പോയിക്കളയുമെന്ന് പറഞ്ഞ് ഇറങ്ങി പോവാൻ തുടങ്ങിയവളാ. കണ്ടാലിങ്ങനെ കൂട്ടിലെ പ്രാവ് പോലെ ചിറകൊതുക്കി ഇരിക്കുന്നതേ ഉള്ളൂ. ആള് കേമിയാ. എവളെന്താ പറഞ്ഞത്? ഇവളിവിടുന്ന് എന്നെ വിട്ട് പോവാൻ തീരുമാനിച്ചതേ നേരെ തറവാട്ടില് മുത്തശ്ശിന്റെ അടുത്തേക്ക് വരാനായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടാ മുത്തശ്ശിയെ. അതിന് സുമംഗല വിട്ടിട്ട് വേണ്ടേ? അവൾ എന്നോട് പറഞ്ഞു, കല്യാണത്തിന് മുമ്പ് വേണമെങ്കിൽ ഇവളെ ദത്തുമോളായിട്ട് സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന്. അങ്ങനെ ചെയ്താ പോലും നീ നോക്കുന്നത് പോലെ ഇവളെ കാത്തുരക്ഷിക്കാൻ സുമംഗലയ്ക്ക് കഴിയുമോ? പറ്റില്ല. അയ്യോ, അത്രയ്ക്ക് ദുർബാധ കൂടിയ ജന്മങ്ങളായി ഇവിടെ ഉള്ളത്. ഒന്നിനെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ടാ ഈ ചടങ്ങുകള് പവിത്രനെ യതീന്ദ്രനെയൊക്കെ മാറ്റി നിർത്തി ഞാൻ തന്നെ നേരിട്ട് നടത്താമെന്ന് തീരുമാനിച്ചത്. അതൊക്കെ വാശിയും പകയും അവരുടെ ഉള്ളില് കൂട്ടുകയുള്ളൂ മുത്തശ്ശി. അതൊന്നും വേണ്ട. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോവാൻ മാഡത്തിന് കഴിയും. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും നീ ഒന്നും പഠിച്ചില്ലേ മോളെ? കല്യാണത്തിന് താലി കഴുത്തിൽ വീഴും വരെ നീ കരുതിയിരിക്കണം. ഏത് നിമിഷവും എന്ത് ചതി നടക്കുമെന്ന പ്രതീക്ഷ വേണം. കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന അന്നത്തിലും പോലും ശ്രദ്ധ വേണം. ഒരു പാദം വെച്ച് അളന്നിട്ട് വേണം അടുത്ത ചുവട് ഉറപ്പിക്കാൻ. നിങ്ങൾക്കിടയിൽ വന്ന തടസ്സങ്ങളുടെ മറയെല്ലാം കുറെയൊക്കെ ഇവിടെയുള്ളവര് മനഃപൂർവ്വം ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ പുകയാ. അത് തെളിയണമെങ്കിൽ ആ തേര് മുന്നിൽ നിന്ന് തെളിക്കാൻ നിന്നെ കൊണ്ടേ പറ്റൂ. കുരുക്ഷേത്ര യുദ്ധത്തിൽ പകച്ചു നിന്ന അർജുനന്റെ തേരിനെ ഭഗവാൻ കൃഷ്ണൻ നയിച്ചതുപോലെ നിനക്കതിന് കഴിയുമോളെ.
എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആ ദർശൻ എവിടെയുണ്ട്? അവളെങ്ങനെ നിങ്ങളെ കണ്ട ആകെ കുഴപ്പാവില്ലേ? ദേ, ആരും കാണുന്നതിന് മുമ്പ് സ്ഥലം വിട്. തരുണേ, അമ്മയും വിളിച്ച് സ്ഥലം വിടാൻ നോക്ക്. ഇപ്പൊ ഒരു വഴക്കിലേക്ക് നീങ്ങിയ പിന്നെ നമ്മുടെ പ്ലാനിങ് ഒക്കെ നടക്കാതെ വരും. ഇല്ല മാഡം, ഞങ്ങൾ ഒരുപാട് ആലോചിച്ചു. ഏതായാലും ദർശനം ഞങ്ങൾക്ക് അന്യൊന്നുമല്ലല്ലോ. അവൾക്കൊരാവശ്യം വന്നാ ഞങ്ങൾക്ക് സഹകരിക്കാതിരിക്കാൻ പറ്റുമോ? ബന്ധുക്കളായിട്ട് ആരുമില്ല കല്യാണത്തിന്. അവള് വന്ന് ഇവന്റെ അച്ഛന്റെ കാല് പിടിച്ചു. അവള് വന്ന് കരഞ്ഞു പറഞ്ഞ ഞങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, ഗിരിജ മാഡത്തെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? അന്ന് ജയിലിൽ നിന്ന് നിങ്ങളെ മാത്രം ജാമ്യമെടുത്ത് ഇറക്കിക്കൊണ്ട് പോയപ്പോ ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് കെഞ്ചി പറഞ്ഞതല്ലേ ആ വക്കീലിനോട് പറഞ്ഞ് ഞങ്ങളെ കൂടെ പുറത്തിറക്കാൻ? എന്നിട്ട് നിങ്ങൾ കേട്ടോ? ഞാൻ പറഞ്ഞതിന് പുല്ല് വില കൽപ്പിച്ചോ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അത് കഴിഞ്ഞു. നിങ്ങൾ എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നല്ലോ. പിന്നെ പെട്ടെന്നെന്താ ഇങ്ങനൊരു മനം മാറ്റം? ദേ, നിങ്ങൾ കളിക്കുന്നതേ ഗിരിജയോടാ. അത് ഓർമ്മ വേണം. അത് ഓർമ്മയുള്ളതുകൊണ്ടാ മാഡം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നിങ്ങളുടെ കൂടെ നിന്നാ നിങ്ങൾ പിച്ച കാശ് പോലെ എന്തെങ്കിലും തന്നിരിക്കും. ബന്ധുക്കളും തുണയും ഇല്ലാതെ 2 പെൺപിള്ളേര്, അതില് മൂത്തവളുടെ കല്യാണം. കല്യാണം കഴിഞ്ഞ് അവളൊക്കെ പോവില്ലേ? പിന്നെ ഇളയവൾക്ക് ആരാ ഉള്ളത്? ഓ, ഒന്നാമതേ സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്ത കുട്ടി. അയ്യോ, ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടവരെ. അവളുടെ അമ്മയുടെ സ്വന്തം പേരിലുള്ള വീടായിട്ടും അവിടുന്ന് ഇറക്കി വിട്ടു. പിന്നെ നിങ്ങൾ പറഞ്ഞത് കേട്ട് അവളെ കള്ളിയാക്കാൻ നോക്കി. അതെ മാഡം, എന്റെ പ്രായത്തിന്റെ എടുത്തുചാട്ടം കൊണ്ട് ഞാൻ അവരെ ഒരുപാട് ഉപദ്രവിച്ചു. കിട്ടിയ സമയത്തൊക്കെ ദ്രോഹിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കല്യാണം നടക്കുന്നു എന്നൊക്കെ അറിഞ്ഞാ കുറച്ചു പേരെങ്കിലും വേണ്ടേ ബന്ധുക്കളായിട്ട് കൂടെ നിൽക്കാൻ? പിന്നെ അമ്മായിയായിട്ട് ഞാനല്ലേ ഉള്ളൂ. പിന്നെ ആങ്ങളെ ഇല്ലാത്ത സ്ഥിതിക്ക് വരനെ സ്വീകരിക്കാൻ ആരുണ്ട് ആങ്ങളയുടെ സ്ഥാനത്ത്? ശരിക്കും ആങ്ങളെയായിട്ട് തരുണല്ലേ അവൾക്കൊരു താങ്ങും തണലുമായിട്ട് നിൽക്കേണ്ടത്. കാര്യങ്ങളുടെ കിടപ്പ് എനിക്കിപ്പോഴാ മനസ്സിലായത്. നേരത്തെ ഞാനിത് ചിന്തിക്കേണ്ടതായിരുന്നു. അന്ന് പർദ്ദ എണീച്ച് നിന്നെ ദർശന കൂട്ടിക്കൊണ്ട് വന്നപ്പോഴേ ഞാൻ ചോദിച്ചതാ, അമ്മായിയും മരുമോളും ഒന്നിച്ചോന്ന്. അല്ല, അന്ന് പക്ഷേ അവള് എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാ. ഇവനെ കൊല്ലുവെന്ന് പറഞ്ഞ് കത്തി മുനയിൽ നിർത്തിയപ്പോ എനിക്ക് അവള് പറയുന്നത് അനുസരിക്കേണ്ടി വന്നു. അന്ന് നിങ്ങളെ മാത്രമല്ലല്ലോ എന്നെ പോലീസ് കൊണ്ടുപോയില്ലേ? സമയം വന്നപ്പോ നിങ്ങൾ പൊടിയും തട്ടി ഇറങ്ങി പോന്നു. അങ്ങനെ ഒരു ചതി ചെയ്ത് നിങ്ങളെ വിശ്വസിക്കണോ അതോ എന്റെ ഭർത്താവിന്റെ സ്വന്തം രക്തബന്ധത്തിലുള്ള ഇവരോടൊപ്പം നിൽക്കണോ? മാഡം ഒന്ന് ചിന്തിച്ചു നോക്ക്. അതെ അതെ, കോടികളുടെ കൂമ്പാരത്തിലേക്കല്ലേ അവള് വലതുകാലം വെച്ച് കേറുന്നത്. കൂടെ നിന്നാ അത് തന്നെയാവും നേട്ടം. പക്ഷെ തരുണേ, നിന്റെ ഈ അമ്മയുടെ തരം പോലുള്ള മറുകണ്ടം ചാട്ടം ഉണ്ടല്ലോ, അത് കണ്ട് ഈ ഗിരിജ പേടിക്കൊന്നുമില്ല. പിന്നെ വലിയ കലത്തിൽ വെള്ളവും തിളപ്പിച്ച് നിങ്ങളങ്ങോട്ട് ചെല്ല്. സുമംഗല ചേച്ചി നിങ്ങളെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കും. ഇപ്പൊ തന്നെ ദർശന അമ്മായിയുടെ രക്ഷകർത്തൃ സ്ഥാനം കാലിൽ വീണ് നമസ്കരിച്ച് വെറ്റിലയും പാക്കും തന്ന് അങ്ങ് വരവേൽക്കും. അപ്പോ പെട്ടിയും കിടക്കയൊക്കെ ആയിട്ടായിരിക്കുമല്ലോ വന്നിരിക്കുന്നത്. താമസം ഈ മരുവത്തൂർ ബംഗ്ലാവിലോ അതോ ഗസ്റ്റ് ഹൗസിലോ? കാല് പിടിക്കാൻ അങ്ങോട്ട് ചെല്ല്. കെണി കണ്ട് പഠിക്കില്ല മുണ്ടൻ കൊറ്റിന്നൊരു ചൊല്ലുണ്ട്. ചെന്ന് കേറിക്കൊടു. അതെ, കാല് പിടിക്കാൻ തന്നെയാ പോകുന്നത്. അവരൊക്കെ നല്ല തങ്കമായ മനസ്സുള്ളവരാ, അല്ലാതെ നിങ്ങളെ പോലെ ചെകുത്താൻ കയറിയ ചങ്കുള്ളവരല്ല.